നമസ്കാരം. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകളുടെ ജാമ്യത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നൽകിയ വാക്ക് പാലിക്കപ്പെട്ടിരിക്കുന്നു. വിഷയത്തിൽ കേന്ദ്രത്തിനെതിരെ ചെളിവാരി എറിഞ്ഞവരും അപഖ്യാതി പരത്തിയ മാന്യന്മാരും ഇക്കാര്യം അറിഞ്ഞു കാണും. ബിലാസ്പൂർ NIA കോടതിയാണ് മലയാളി കന്യാസ്ത്രീകൾക്ക് ഉപാധികളോടെ ജാമ്യം നൽകിയത്. കണ്ണൂർ, തലശ്ശേരി, ഉദയഗിരി ഇടവകയിൽ നിന്നുള്ള സിസ്റ്റർ വന്ദന ഫ്രാൻസിസ്, അങ്കമാലി എളവള്ളൂർ ഇടവക സിസ്റ്റർ പ്രീതി മേരി എന്നിവർക്കാണ് ജാമ്യം അനുവദിച്ചത്. പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി സിറാജുദ്ദീൻ ഖുറേഷിയാണ് വിധി പറഞ്ഞത്. 50,000 രൂപയുടെയും 2 ആൾജാമ്യത്തിലുമാണ് ജാമ്യം ലഭിച്ചത്. പാസ്പോർട്ട് കോടതിയിൽ കെട്ടിവെക്കണം, രാജ്യം വിട്ടു പോകരുത് എന്നിവയാണ് മറ്റു ഉപാധികൾ. ഇന്ന് തന്നെ കന്യാസ്ത്രീകൾ ജയിൽ മോചിതരാണ്. കന്യാസ്ത്രീകൾ അറസ്റ്റിലായപ്പോൾ അതുപോലും രാഷ്ട്രീയ മുതലെടുപ്പിനായി ഉപയോഗിച്ചവരാണ് ഇവിടത്തെ മുന്നണികൾ. എന്നിട്ട് ഇവരുടെ ഇടപെടൽ കൊണ്ട് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതായത് BJPയോട് അടുത്തു നിൽക്കുന്ന ക്രൈസ്തവ സഭകളെ ഇതോടെ ഭിന്നിപ്പിച്ചെടുക്കുക എന്ന ഗൂഢലക്ഷ്യമാണ് മുന്നണികൾക്ക് മുന്നിലുണ്ടായിരുന്നത്. എന്നാൽ മുന്നണികളുടെ ആ ഗൂഢലക്ഷ്യമൊക്കെ കേന്ദ്രം പൊളിച്ചടിക്കും കയ്യിൽ കൊടുത്തു എന്നതാണ് സത്യം. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകൾക്ക് ജാമ്യം നൽകാനുള്ള നടപടി സ്വീകരിക്കുമെന്ന ഉറപ്പാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നൽകിയത്. ആ ഉറപ്പാണ് ഇപ്പോൾ പാലിക്കപ്പെട്ടതും. ഇന്നലെയോ ഇന്നോ ജാമ്യം ലഭിക്കുമെന്നും ഇതിനെ ഛത്തീസ്ഗഡ് സർക്കാർ എതിർക്കില്ലെന്നുമാണ് അമിത്ഷാ വ്യക്തമാക്കിയിരുന്നത്. UDF, LDF MPമാർ അമിത്ഷായുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇക്കാര്യം അദ്ദേഹം പറഞ്ഞത്. സംഭവത്തിൽ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയിൽ നിന്നും അമിത്ഷാ നേരത്തെ തന്നെ വിവരങ്ങൾ തേടിയിരുന്നു. MPമാർ നൽകിയ പരാതി പ്രധാനമന്ത്രിയുടെ ഓഫീസ് അമിത്ഷായ്ക്ക് കൈമാറിയിരുന്നു. അമിത്ഷാ പ്രധാനമന്ത്രിയുമായി വിഷയം ചർച്ച ചെയ്തിരുന്നു. മതപരിവർത്തനം, മനുഷ്യക്കടത്ത് എന്നീ കുറ്റങ്ങൾ ആരോപിച്ച് കഴിഞ്ഞ 9 ദിവസമായി കന്യാസ്ത്രീകൾ ജയിലിൽ കഴിയുകയായിരുന്നു. ജാമ്യത്തിനായി ഉന്നയിച്ച വാദങ്ങളെ പ്രോസിക്യൂഷൻ പൂർണ്ണമായും ഖണ്ഡിച്ചിരുന്നില്ല. സാങ്കേതികമായി മാത്രമാണ് സർക്കാർ ജാമ്യാപേക്ഷയെ എതിർത്തത്. കേസ് അന്വേഷണം പ്രാരംഭ ഘട്ടത്തിലാണെന്ന് പ്രോസിക്യൂട്ടർ കോടതിയെ അറിയിച്ചിരുന്നു. മനുഷ്യക്കടത്ത്, മതപരിവർത്തനം കുറ്റങ്ങൾ നിലനിൽക്കില്ലെന്നായിരുന്നു കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ അമൃതോദാസ് വാദിച്ചത്. 5ാമത്തെ വയസ്സിൽ മതപരിവർത്തകയാണ് യുവതി. ജോലിക്ക് കൊണ്ടുപോകുന്നതിന് പൂർണ്ണമായും രേഖകളുണ്ട്. അതുകൊണ്ട് തന്നെ ചുമത്തിയിരിക്കുന്നത് അടിസ്ഥാനം ഇല്ലാത്ത കുറ്റമാണെന്നും അഭിഭാഷകൻ വ്യക്തമാക്കി. ബജ്രംഗ് ദൾ പ്രവർത്തകർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു കന്യാസ്ത്രീകളുടെ അറസ്റ്റ് നടപടിയുണ്ടായത്. മനുഷ്യക്കടത്ത്, നിർബന്ധിത മതപരിവർത്തനം എന്നിവ ആരോപിച്ചാണ് ബജ്രംഗ് പ്രവർത്തകർ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ കന്യാസ്ത്രീകളെ തടഞ്ഞുവെച്ചത്. ഗുരുതര വകുപ്പുകളാണ് കന്യാസ്ത്രീകൾക്കെതിരെ പോലീസ് ചുമത്തിയത്. മനുഷ്യക്കടത്തും നിർബന്ധിത മതപരിവർത്തനവും അടക്കം 10 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റങ്ങൾ ചുമത്തിയാണ് FIR തയ്യാറാക്കിയിരിക്കുന്നത്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വിളിച്ചത് ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച